ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പുനലൂർ അച്ചൻകോവിൽ, ആര്യക്കാവ്, ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര നടന്നു. പുനലൂർ അച്ചൻകോവിൽ, ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ചൊവ്വാഴ്ച നടന്നു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പുനലൂർ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പ്രയാണം ആരംഭിച്ചത്. രാവിലെ 6:30 സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം ദേവസ്വം അധികൃതരുടെ ഉപദേശക സമിതി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് ക്ഷേത്രത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച പന്തലിൽ ഭക്തർക്ക് ദർശനത്തിന് വെച്ചു. മുഖക്കാപ്പ്, തിരുമുഖം, ശംഖ്, മാല, മോതിരം, ഉടവാൾ, കാന്തമലവാൾ, അടയാഭരണങ്ങൾ എന്നിവയാണ് ദർശനത്തിനായി വെച്ചത്. ചടങ്ങുകളുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജു വിളക്ക് കൊളുത്തി നിർവഹിച്ചു. ഗ്രൂപ്പിന്റെ ഭാഗമായി ഉള്ള അച്ചൻകോവിൽ സബ് ഗ്രൂപ്പ്, ആര്യങ്കാവ് സബ് ഗ്രൂപ്പ്, ഈ ആര്യങ്കാവിലെയും അതുപോലെ തന്നെ അച്ചൻകോവിലെയും ഉത്സവത്തിൻ്റെ ആരംഭമാണ്. നാളെ രാവിലെ ഈ 2 കേന്ദ്രങ്ങളിലും കൊടിയേറുന്നതോടുകൂടി ഉത്സവം തുടങ്ങുകയാണ്. ആ ഉത്സവത്തിൻ്റെ എല്ലാം മുന്നോടിയായിട്ട് അവിടത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഇന്നിപ്പോൾ രാവിലെ 9 മണി കഴിയുമ്പോൾ നമ്മുടെ പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ നിന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ ഈ മേഖലയിലെ സ്ട്രോങ് റൂം കൊല്ലൂരാണ് എന്നുള്ളത് കൊണ്ടാണ് അച്ചൻകോവിലെയും അതുപോലെ തന്നെ ആര്യങ്കാവിലെയും എല്ലാം ഈ ധർമ്മശാസ്ത്ര വിഗ്രഹം നമ്മുടെ പുനലൂർ പുനലൂർ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു. അതൊന്ന് ഭക്തർ എല്ലാ വിധ ആചാരങ്ങളോടും കൂടി ഏറ്റെടുത്ത് ഘോഷയാത്രയായി നമ്മുടെ പുനലൂർ വെട്ടിപ്പുഴ ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് EB ജംഗ്ഷൻ, പിന്നീട് എടമൺ വഴി ആര്യങ്കാവിൽ എത്തിച്ചേർന്നു. ആര്യങ്കാവിൽ എത്തി വിശ്രമത്തിനും ഒക്കെ ശേഷം ആര്യങ്കാവിലെ തിരുവാഭരണം അവിടെ. തുടർന്ന് വ്രതനിഷ്ഠയോടെത്തിയ അയ്യപ്പ ഭക്തർ തിരുവാഭരണ പേടകങ്ങൾ തലച്ചുമടായി അലങ്കരിച്ച വാഹനങ്ങളിൽ എത്തിച്ചതോടെയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഘോഷയാത്രയിൽ കേരള, തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അധികൃതർ, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, 100 കണക്കിന് വാഹനങ്ങൾ, താലപ്പൊലി, മുത്തുകുട, പഞ്ചവാദ്യം, ആന എന്നിവ അകമ്പടി സേവിച്ചു. തിരുവാഭരണ ഘോഷയാത്ര പുനലൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും KSRTC ജീവനക്കാരുടെയും തൂക്കുപാലം, അയ്യപ്പസേനാ സംഘം, മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ക്ഷേത്രോപദേശക സമിതികളുടെയും നേതൃത്വത്തിൽ പുനലൂരിന്റെ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ തിരുവാഭരണം ഇറക്കിവെച്ച ശേഷം ഘോഷയാത്ര തമിഴ്നാട്ടിലെ കോട്ടവാസൽ, ചെങ്കോട്ട, തെങ്കാശി, പമ്പിളി, മേക്കര, തിരുമലക്കോവിൽ വഴി വൈകിട്ട് 6:30 അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തിരുവാഭരണങ്ങൾ ഇരു ക്ഷേത്രങ്ങളിലെയും ദേവന് ചാർത്തുന്നതോടെ ക്ഷേത്രോത്സവം ആരംഭിക്കും. ആര്യങ്കാവിലും അച്ചൻകോവിലിൽ എത്തിച്ചേരുകയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്ത അച്ചൻകോവിൽ പുക്കലാ സമേതനായിരുന്ന അച്ചൻകോവിൽ ധർമ്മശാസ്താവിന്റെയും പുക്കലാദേവി സമേതനായ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിന്റെയും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് 6:25 ഈ 2 ക്ഷേത്രത്തിലും നടക്കുകയാണ്. പാണ്ഡ്യ മലയാളം അടക്കി വാഴുന്ന അച്ചൻകോവിലും ആര്യങ്കാവിലും ശ്രീ ധർമ്മശാസ്താവിന്റെ. ന്യൂസ് ബ്യൂറോ, കൊല്ലം, പുനലൂർ.